വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാക്സ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ത്രെസ് കാന്തോസ് വചനവിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണടയും മുമ്പുള്ള കയ്യൊപ്പുകളാണ് പ്രധാനം, കണ്ണടഞ്ഞ ശേഷമുള്ള കൈമാറലുകളല്ല. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കുന്നവരെ കാലം എത്ര കഴിഞ്ഞാലും പ്രണയിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 33-കാരൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ തന്നെ ഹൃദയത്തിലേക്ക് തന്നെ കീറിമുറിച്ച് നൽകിയതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ കോർപ്പസ് ക്രിസ്തി അഥവാ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് കോർപ്പസ് ക്രിസ്തി തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ ചരിത്രപരത ഒന്ന് പരിശോധിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. 1264 അർബൻ 4-ാമൻ മാർപ്പാപ്പയാണ് ഈ തിരുനാളിന് തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപേ തന്നെ ബെൽജിയത്തിലെ ലീജ് എന്ന രൂപതയിൽ ഈ തിരുനാൾ ആഘോഷിച്ചു വന്നിരുന്നു. ലീജ് രൂപതയിലെ അഗസ്തീനിയൻ സന്യാസിനിയായിരുന്ന വിശുദ്ധ ജൂലിയാനയ്ക്ക് 20 വർഷത്തോളമായിട്ട് ദിവ്യകാരുണ്യ ദർശനമുണ്ടായിരുന്നു. ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട അരുളിക്കയും അതിനുള്ളിൽ എഴുന്നള്ളിച്ചു വെച്ചിരുന്ന തിരുവോസ്തിയും അതിൻ്റെ നടുവിലായി കാണപ്പെടുന്ന ഒരു കറുത്ത മാർക്കും. ഈ ദിവ്യദർശനത്തിൻ്റെ വ്യാഖ്യാനം അന്വേഷിച്ചിരുന്ന വിശുദ്ധയ്ക്ക് സഭയിൽ എന്തോ ഒരു വലിയ കുറവുണ്ടെന്നും ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടെന്നും മനസ്സിലാക്കുകയും ലീജ് രൂപതയുടെ മെത്രാനായിരുന്ന റോബർട്ടിന് കത്തെഴുതി ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. ശേഷം ലീജ് രൂപതയുടെ മെത്രാനായിരുന്ന റോബർട്ടും ആർച്ച് ഡീക്കനായിരുന്ന ജാക്കിസ് പന്തലിയോസും ചേർന്ന് ലീജ് രൂപതയിൽ ഈ തിരുനാൾ ആരംഭിച്ചു. 1263 ഇറ്റലിയിലെ ബോൾസെയ്നയിൽ ഒരു അത്ഭുതം നടക്കുകയുണ്ടായി. ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന പീറ്റർ എന്ന വൈദികന് ഉയർത്തിപ്പിടിച്ചിരുന്ന തിരുവോസ്തി യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും കാസയിൽ നിറഞ്ഞിരിക്കുന്ന ഈ വീഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തവുമാണോ എന്നുള്ള വലിയൊരു സംശയം ഉടലെടുക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമായി അത് തീരുകയും ഉയർത്തിപ്പിടിച്ചിരുന്ന തിരുവോസ്തിയിൽ നിന്ന് ധാരയായി രക്തം ഒലിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഉർബൻ 4-ാമൻ മാർപ്പാപ്പ ആ ദേവാലയം സന്ദർശിക്കുകയും തിരുശരീരമായി തീർന്ന തിരുവോസ്തി ഓർബിയറ്റ് കത്തീഡ്രലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ 1264 സഭയിൽ ഔദ്യോഗികമായി കോർപ്പസ് ക്രിസ്തി തിരുനാൾ ആരംഭിച്ചു. വിശുദ്ധ കുർബാനയെ കത്തോലിക്ക മതബോധന ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സം ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെത്തുകയും ഉറവിടവും ഉച്ചകോടിയുമാണ് വിശുദ്ധ കുർബാനയെന്ന്. ഇന്ന് കോർപ്പസ് ക്രിസ്തി തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഈശോയുടെ വാക്കുകൾ തന്നെയാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നുള്ള വാക്കുകൾ. ക്രിസ്തു താൻ നെഞ്ചേറ്റിയ ഒരുപാട് ഓർമ്മകളുടെ ആകെത്തുകയായിട്ടാണ് ഓർമ്മകളുടെ അത്താഴമായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഓർമ്മകൾക്ക് വേണ്ടി പുഷ്പങ്ങൾ സമ്മാനിച്ചവരുണ്ട്, ഓർമ്മകൾക്ക് വേണ്ടി സ്മാരകങ്ങൾ കെട്ടിപ്പടുത്തവരുണ്ട്. എന്നാൽ ഓർമ്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നെ നൽകിയ ഒറ്റ ചരിത്രമേ ഉള്ളൂ. അതാണ് വിശുദ്ധ കുർബാനയുടെ ചരിത്രം. ഇവിടെ ഓർമ്മ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പഴയ നിയമ പശ്ചാത്തലം നാം ഒന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ പെസഹായെക്കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടെ ഓർമ്മ എന്ന വാക്കിന് ഉപയോഗിക്കുന്ന ഹീബ്രു പദം സിക്രോൺ എന്നാണ്. സിക്രോൺ എന്ന വാക്കിനർത്ഥം ഓർമ്മ എന്നാണെങ്കിൽ കൂടിയും ഭൂതകാലത്തിൽ കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതല്ല ഈ വാക്ക്. മറിച്ച് വർത്തമാനകാലത്തിൽ കഴിഞ്ഞുപോയ കാര്യം അതേ അർത്ഥത്തോടും വ്യാപ്തിയോടും ആഴത്തോടും കൂടെ നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
ഇവിടെ ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യം ഇതുതന്നെയാണ്. ഇന്ന് അനേകം ബലിവേദികളിൽ ഓസ്തിയും വീഞ്ഞും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൈദികൻ സ്ഥാപക വചനങ്ങൾ ചൊല്ലുമ്പോൾ അതേ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് അത് മാറ്റപ്പെടുന്നു എന്നുള്ള വലിയ അത്ഭുതത്തിൻ്റെ സത്യം നാം വിശ്വസിക്കണം. അവിടെയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്ന ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് നാം പ്രത്യുത്തരം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് കർത്താവ് നമ്മെ നോക്കി പറയുമ്പോൾ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇത് നമ്മെ നോക്കി പറയുന്ന ഒരു വെല്ലുവിളിയാണ്. മറ്റുള്ളവർക്ക് ഓർത്തിരിക്കുവാനായിട്ട്, നാം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മെപ്പറ്റി ഓർത്തിരിക്കുവാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ സമ്മാനിക്കുവാനായിട്ട് നിനക്ക് കഴിയുന്നുണ്ടോ? ഈ തിരുനാൾ ദിവസം നാം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഉയർത്തപ്പെടുന്ന അപ്പത്തിലും വീഞ്ഞിലും നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരവും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തവും നമുക്ക് കാണുവാൻ കഴിയണം. അവിടെ നിന്ന് ആ അത്ഭുതത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നാളേക്ക് വേണ്ടി ഓർത്തിരിക്കുവാൻ കഴിയുന്ന ഓർമ്മകളുടെ പുസ്തകമായി മാറണം നമ്മുടെ ജീവിതം. രണ്ടാമതായിട്ട് എനിക്കൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുന്ന ഈശോയുടെ ഒരു വാഗ്ദാനമുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവനെ ഞാൻ അവസാന ദിവസം ഉയർപ്പിക്കും. ഈ വാക്യം കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെല്ലണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. അവർ കാനാൻ ദേശത്തിൻ്റെ അതിർത്തികൾ വരെ മന്ന ഭക്ഷിക്കുമെന്നുള്ളത്. കാനാൻ ദേശത്തിൽ മന്ന ഭക്ഷിച്ചവരെല്ലാം കാനാൻ ദേശത്തിലേക്ക് പ്രവേശിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് കാനാൻ ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യം തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനതയുടെ മന്ന എന്ന് പറയുന്നത് രക്ഷകനായ ക്രിസ്തു തന്നെയാണ്. ഇന്ന് നമ്മെ നോക്കിയും ക്രിസ്തു പറയുന്നുണ്ട്, എന്നെ സ്വീകരിക്കുന്നവൻ, എൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. നമുക്കും ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നമുക്ക് ദൈവരാജ്യം സമ്മാനമായിട്ട് ലഭിക്കും. മൂന്നാമതായിട്ട്, വിശുദ്ധ കുർബാന സംവഹിക്കുന്ന ജീവിതങ്ങളായി മാറിത്തീരുവാൻ നിനക്ക് കഴിയുമോ എന്നുള്ള ഒരു ആത്മശോധനയുടെ ചോദ്യമാണ്. വിശുദ്ധരൊക്കെ അമാനുഷികരാണ്, വിശുദ്ധമായ ജീവിതം അസാധ്യമാണ് എന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച കാർലോ അക്വിറ്റസ് എന്ന വിശുദ്ധ കുർബാനയെ പ്രണയിച്ച് വിശുദ്ധ പദവിയിലേക്ക് നടന്നെടുക്കുന്ന ഈ കൗമാരക്കാരൻ എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ക്രിസ്തു സ്വയം കീറിമുറിച്ച് നൽകിയതുപോലെ സ്വയം കീറിമുറിച്ച് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ഒരിക്കൽ കൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പാതയിൽ നമുക്ക് മുന്നേറാം. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ അംഗമായി തീരാം. പരിശുദ്ധ അമ്മയെ കണക്ക് ക്രിസ്തുവിനെ ഉള്ളിൽ സംവഹിച്ചുകൊണ്ട് സക്രാരികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. മറവിയുടെ മാറാപ്പ് പേറുന്ന ഈ ജീവിതത്തിൽ നിന്ന് ഓർമ്മയുടെ അത്താഴം സ്ഥാപിച്ച ക്രിസ്തുവിനെ മറന്നുകളയാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ യുഗത്തിലെ തന്നെ വിശുദ്ധരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.